ഹലോ ഗൈസ്, അപ്പൊ FVG എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഒരു വാലിഡ് FVG എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് നിങ്ങൾക്ക് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ ഗോൾഡിലാണല്ലോ ട്രേഡ് ചെയ്യാറ്. അപ്പൊ ആ ഗോൾഡിൽ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് വർക്ക് ആവുന്ന തരത്തിലുള്ള FVG സെറ്റപ്പ് ഉണ്ട്. ഗോൾഡിൽ മാത്രമല്ല വേറെയും പേഴ്സിൽ അത് വർക്ക് ആവുന്നത് തന്നെയാണ്. അപ്പൊ അതെങ്ങനെ വർക്ക് ആവാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോയി. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു 3 കാൻഡിൽ ഫോർമേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം FVG എങ്ങനെ വരയ്ക്കാന്നല്ല. ഇവിടെ ഇപ്പോൾ ഒരു FVG കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ FVG എന്ത് ചെയ്യുക, വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അതിന്റെ അടുത്ത ദിവസങ്ങളിലും മാർക്കറ്റ് ആ FVG ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതെപ്പോഴാണ് നോക്കേണ്ടത്, ആ 3 കാൻഡിൽ ഫോർമേഷനിലാണല്ലോ FVG ഉണ്ടാവുക. അതിനുശേഷം വരുന്ന ദിവസത്തിലുള്ള കാൻഡിലായിരിക്കണം നോക്കേണ്ടത്. ഇപ്പൊ ഇവിടെ അതിനുശേഷം വന്നിട്ടുള്ള കാൻഡിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസത്തിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, FVG ഫില്ല് ചെയ്തിരിക്കുന്നത്. ദെൻ അവിടെ ആ വിക്ക് വെച്ചിരിക്കുന്നത് കണ്ടോ, ഫില്ല് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് കയറിപ്പോയി. അപ്പൊ ഇത് ഡേ ക്യാൻഡിൽ മാത്രമല്ല വീക്ക്ലി ക്യാൻഡിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡയറക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അവിടെ കാണും. അപ്പൊ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാം. ആ ഒരു വിക്ക് വെച്ചിരിക്കുന്നത് FVG-ലോട്ട് വന്ന റിയാക്ഷൻ മാത്രമല്ല പ്രീവിയസ് ഡേസിലത്തെ ലോ സ്വീപ്പും കൂടി ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു ഓർഡർ ബ്ലോക്കിനെ ഹൈലി വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആക്കിയിട്ടും നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിമിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ FVG വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ FVG വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ വാലിഡേറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ആ 1 ഡേ FVG തന്നെയാണ്. പക്ഷെ പ്രൈസ് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. 1 ഡേ FVG എൻട്രി എടുത്തു, TP1 TP2 പ്രൈസ് പ്രൈസ് ആ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ഹയർ ടൈം ഫ്രെയിമിലുള്ള FVGസിൽ പ്രൈസ് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം റിയൽ മണിയിൽ ട്രൈ ചെയ്യുക. പിന്നെ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് വേണമെങ്കിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റും കൂടി ചെയ്യുക.